കള്ളത്തരങ്ങൾ പെരുകുന്നോ എന്നുള്ളതാണ് ചോദ്യം. പെരുകുന്ന കള്ളത്തരങ്ങളുണ്ട്, അത് പ്രചരണായുധമായി മാറുന്നു എന്നുള്ളതാണ് എൻ്റെ ടേക്ക്. എങ്ങനെയാണോ നയതന്ത്ര സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സെലക്റ്റീവ് ലീക്കേജിലൂടെ അന്വേഷണ ഏജൻസികൾ മാധ്യമങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചത്, അതേപോലെ സമാനമായ രീതിയിലാണ് EDയുടെ കാര്യത്തിലും വാർത്തകൾ പുറത്തു വരുന്നത്. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ തുടക്കത്തിൽ പറയാം. ഒന്ന്, അന്വേഷണത്തിൻ്റെ ഒരു ഘട്ടത്തിൽ റെയ്ഡിന് ശേഷം പുറത്തു വന്ന രണ്ട് പ്രധാനപ്പെട്ട മാധ്യമങ്ങളുടെ ടൈറ്റിൽ കാർഡുകളിൽ വീണ ടിയുടെ പേരിൽ 242 അക്കൗണ്ടുകളിൽ നിന്നായി 18 കോടി രൂപ കണ്ടെത്തിയിരിക്കുന്നു എന്ന മട്ടിലാണ് രണ്ട് മാധ്യമങ്ങളിൽ നിന്ന് വന്നത്. റിപ്പോർട്ടറിൻ്റെ ചാനലിലും മാധ്യമത്തിലേക്കാണല്ല. ഒന്ന്, യഥാർത്ഥത്തിൽ വസ്തുത എന്തായിരുന്നു? 242 അക്കൗണ്ടുകൾ വീണ ടിക്കുണ്ടോ? ഇല്ല. കണ്ടെത്തിയത് ഒരേ ഒരു അക്കൗണ്ട്. ഏത് അക്കൗണ്ടാണ് അത്? HDFC അക്കൗണ്ടാണ്. അവിടെ എത്രയായിരുന്നു വീണ ടിക്കുണ്ടായിരുന്നത്? 1.5 ലക്ഷം രൂപ. പുറത്തു വന്ന കാർഡിൽ എത്രയാണ്? 18 കോടി. ഇതൊന്ന്. രണ്ടാമത്തത്, അബുദാബിയിൽ ഒരു അക്കൗണ്ട് ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഒരു വാർത്ത പുറത്തു വരുന്നത്. ഞാൻ അന്വേഷിച്ചപ്പോൾ എൻ്റെ പ്രാഥമിക അന്വേഷണത്തിൽ അബുദാബിയിൽ അങ്ങനെ ഒരു അക്കൗണ്ട് ഇല്ലെന്നും NRI സ്റ്റാറ്റസ് നിലവിൽ വീണ വിജയൻ ഇല്ല എന്നുമാണ് മനസ്സിലാക്കിയത്. NRI സ്റ്റാറ്റസ് ഇല്ലാതെ ഒരു NRI അക്കൗണ്ട് എങ്ങനെയാണ് അബുദാബിയിൽ വീണ തുടങ്ങുക എന്ന ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ഇനി അങ്ങനെ നമ്മളെല്ലാവരെയും മറച്ചു വെച്ച് ഒരു അക്കൗണ്ട് വീണ ടി അവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പുറത്തു വരിക തന്നെ വേണം. പക്ഷേ ഈ നിമിഷം വരെയും അതില്ല. പക്ഷേ പുറത്തു വരുന്ന വാർത്തകൾ അങ്ങനെ ഒരു അക്കൗണ്ട് ഉണ്ടായിരുന്നു എന്ന മട്ടിലാണ് വാർത്തകൾ പുറത്തു വരുന്നത്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ഇവിടെ സ്മൃതി അവതരിപ്പിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്ന് ടൈംസ് ഓഫ് ഇന്ത്യയിൽ പ്രസിദ്ധീകരിച്ച ഒരു റിപ്പോർട്ടാണ്. യഥാർത്ഥത്തിൽ ആ റിപ്പോർട്ട് 2024 തന്നെ മാത്യു കുഴൽനാടൻ ഉന്നയിച്ചൊരു ആരോപണമാണ്. പിന്നീട് അതിന് വലിയ പ്രാധാന്യമില്ലെന്ന് കണ്ട് അന്ന് തന്നെ വ്യവസായ വകുപ്പ് മന്ത്രി മറുപടി പറഞ്ഞ വിഷയവുമാണ്. 2023 ജിയോ 2024 മാത്യു കുഴൽനാടൻ കാണിക്കുന്നുണ്ട്. പുതുതല്ലെന്നാ ഞാൻ പറയുന്നത്. പുതുതായിട്ട് വന്ന തെളിവല്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ വാശി പിടിക്കുക. ജിയോയിൽ പറയുന്ന കാര്യങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് കാര്യങ്ങൾ നടന്നത്. ഈ സമയത്താണ് ഒന്ന് സമാധാനപ്പെടൂ. എന്താണ് 2024 പറഞ്ഞിരുന്നത്? മാത്യു കുഴൽനാടൻ പറഞ്ഞത് അന്ന് 2018 സംസ്ഥാന സർക്കാർ വ്യവസായ നയത്തിലും സർക്കാർ വെള്ളം ചേർത്തു എന്നത് മാത്രമല്ല, 4 വർഷം ഇത് വൈകിപ്പിച്ചു. ജനം ഓൺലൈനിൽ ഇപ്പോഴും അത് കിടപ്പുണ്ട്. ആ ഡിലേ കൊണ്ട് CMRന് ലാഭമുണ്ടാക്കി കൊടുത്തു. ഇതല്ലേ ഇപ്പോൾ സ്മൃതി പറഞ്ഞ ആർഗ്യുമെന്റ്? എങ്ങനെയാ CMRന് ലാഭം ഉണ്ടാക്കി കൊടുത്തത്? അതായത് 2 വർഷം മുമ്പ് പബ്ലിക് ഡൊമൈനിൽ മാത്യു കുഴൽനാടൻ ഉന്നയിച്ച ആരോപണത്തെയാണ് പുതിയൊരു തെളിവ് എന്ന മട്ടിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇനി അതിൽ തന്നെ കൗതുകകരമായ ഒരു കാര്യമുണ്ട്. എന്താണ് ഇത്? ഇവിടെ ഫാക്സ് ചെക്ക് ചെയ്ത് തന്നെ നമ്മൾ പോകണം. KREML എന്ന് പറയുന്ന സ്ഥാപനം അതൊരു സ്വകാര്യ സ്ഥാപനമാണ്. അത് CMRൽ പ്രൊമോട്ട് ചെയ്യുന്ന സ്ഥാപനമാണ് എന്ന് പ്രേക്ഷകർക്കറിയാം. എനിക്ക് തർക്കമില്ലല്ലോ. ഇനി ഈ KREMLന് പാട്ടത്തിനെടുക്കാൻ വേണ്ടിയിട്ടുള്ള അനുമതി നൽകുന്നത് ഏത് സർക്കാരാണ്? ഞാൻ തന്നെ പറയാം, അത് UDF സർക്കാരാണ്. ഞാൻ വായിച്ചല്ലേ, ഞാൻ പറയട്ടെ. ആ UDF സർക്കാരാണ്. 2004 അതായത് നമ്മളുടെ ഈ തോട്ടപ്പള്ളിയിലും ഈ പറയുന്ന ആലപ്പുഴയിലും കൊല്ലത്തും ചവറ നീണ്ടകര ഭാഗങ്ങളിലും ഒക്കെയുള്ള ധാതു മണൽ അതുവരെയും ഖനനം ചെയ്തുകൊണ്ടിരുന്ന രണ്ട് പ്രധാനപ്പെട്ട കമ്പനികൾ, രണ്ട് പ്രധാനപ്പെട്ട പൊതുമേഖലാ സ്ഥാപനങ്ങൾ. അതിലൊന്ന് നമ്മുടെ KMMLും മറ്റൊന്ന് കേന്ദ്ര സർക്കാർ സ്ഥാപനമായ IRELും. ഈ രണ്ട് സ്ഥാപനങ്ങൾ മാത്രം മൈൻ ചെയ്തിടത്തേക്ക് ഒരു കമ്പനി CMRL ഫ്ലോട്ട് ചെയ്ത് കൊണ്ടുവരുന്നു. ആ CMRL ഫ്ലോട്ട് ചെയ്തുകൊണ്ട് വന്ന് മൈനിങ് ഈ പറയുന്ന കരിമണൽ ഖനനം സ്വകാര്യ ലോബിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കം ഉണ്ടാവുന്നത് ഓർമ്മിക്കൂ. 2001 തുടങ്ങുന്നു. അന്ന് അതിനെതിരെ കേരളത്തിൽ വലിയ പ്രതിഷേധം രൂപപ്പെടുന്നു. CPM ഇത് ഒരു കാരണവശാലും സ്വകാര്യ മേഖലയ്ക്ക് ഖനനാനുമതി കൊടുക്കരുതെന്ന നിലപാടെടുക്കുന്നു. ശക്തമായ പ്രതിഷേധം കാണുന്നു. അന്ന് KPCC പ്രസിഡന്റായിരുന്ന VM സുധീരൻ പോലും അറിയാതെ അന്ന് ഖനനാനുമതി കൊടുക്കുന്നു. 2004 ഇതാണ് വസ്തുത. അങ്ങനെ KRELന് കൊടുത്ത ഖനനാനുമതിയല്ല, പാട്ടത്തിനുള്ള അനുമതിയാണ് കൊടുക്കുന്നത്. ലീസ് പെർമിഷനാണ് കൊടുക്കുന്നത്. ആ ലീസ് പെർമിഷൻ കൊടുത്ത് എന്നാൽ ഒരു മണ്ണ് പോലും KRELന് ഈ കേരളത്തിലെ തോട്ടപ്പള്ളി സ്പിൽവേയുടെ ഭാഗത്തു നിന്നോ ചവറയിൽ നിന്നോ ഇതുവരെയും ഖനനം ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നാണ് എനിക്ക് അന്വേഷിച്ചപ്പോൾ മനസ്സിലായത്. തിരിച്ചുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം, കേരളത്തിലെ ഏതെങ്കിലും തീരപ്രദേശത്തിൽ നിന്ന് ഒരു മണ്ണെങ്കിലും IRELും KMM അല്ലാതെ ഖനനം ചെയ്തെടുത്തിട്ടുണ്ടോ? അങ്ങനെ ചെയ്തെടുക്കാൻ പാടില്ല എന്ന് വളരെ ശക്തമായ പ്രതിഷേധം നമ്മൾ കണ്ടു. അത് 2004 നമ്മൾ കണ്ടു. തുടർന്ന് അന്ന് UDF സർക്കാർ ഉത്തരവിട്ട ഈ പാട്ടത്തിനുള്ള അനുമതി റദ്ദാക്കേണ്ടി വരുന്ന സാഹചര്യമുണ്ടായി KREMLന്. പക്ഷെ അന്ന് എന്തായിരുന്നു ആനുകൂല്യമെന്നറിയോ? കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന, അതായത് UPA സർക്കാർ കൊണ്ടുവന്ന നിയമത്തിൻ്റെ ചുവട് പിടിച്ചുകൊണ്ടാണ് ഈ സംവിധാനങ്ങളെല്ലാം പ്രവർത്തിക്കുന്നതെന്ന് ഓർമ്മിക്കണം. അന്ന് സ്വകാര്യ ഏജൻസിക്ക് കൊടുക്കാനുള്ള തീരുമാനം അതിൻ്റെ മറ പറ്റിക്കൊണ്ട് KREML എന്ത് ചെയ്തു? കോടതിയിലേക്ക് പോകുന്നു. KREML അങ്ങനെ ഈ കരിമണൽ ഖനനം സ്വകാര്യ ലോബിക്ക് എന്ന മട്ടിലുള്ള വലിയ വാർത്തകൾ പ്രചരിക്കുന്നതിനിടയിൽ ഹൈക്കോടതിയിൽ നിന്ന് അനുകൂലമായി വിധി നേടിയെടുക്കുന്നു.
അന്ന് ഹൈക്കോടതിയിൽ എതിരു പോയത് ഈ ഈ ഖനനത്തിനെതിരെ പ്രതിഷേധിക്കുന്ന തോട്ടപ്പള്ളി സ്പിൽവേയിലെയും ആലപ്പുഴ തീരദേശത്തെയും ചവറ തീരദേശത്തെയും ഒക്കെ മനുഷ്യരാണ്. കാരണം എന്താണെന്നറിയോ, അവിടെ തീരശോഷണം സംഭവിച്ചിരിക്കുന്നു. 73% വരുന്ന അവരുടെ ലാൻഡ് ഇതിനകം തന്നെ തീരമെടുത്തു പോയിരിക്കുന്നു ഈ ഖനനം കാരണം. ഇനി സ്വകാര്യ ഏജൻസി കൂടി വന്നാൽ അത് എത്രയാകും എന്നുള്ളൊരു ഭീതിയായിരുന്നു പ്രശ്നം. ഞാനടക്കം അവിടെ പോയി ആലപ്പാട് പോയിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ 2016 ഈ വിധി വന്നതിനു ശേഷം വരുന്ന കാലയളവിൽ ആ വാർത്തകൾ ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ട് വരുന്നു. അതിനുശേഷം 2016 ഈ നിയമ പോരാട്ടം അവസാനിക്കുന്നത്. ആർക്ക് അനുകൂലമായിട്ടാണ് നിയമ പോരാട്ടം ക്യാൻസൽ ചെയ്ത ആരുടെ കാലത്താണ് ക്യാൻസൽ ചെയ്തത്? ഏത് സർക്കാരിന്റെ കാലത്താണ് ക്യാൻസൽ ചെയ്തത്? ഏത് സർക്കാർ സാങ്ഷൻ ചെയ്തത്? ഏത് സർക്കാരിന്റെ കാലത്താണ് ക്യാൻസൽ ചെയ്തതും ഏത് കാലത്താണ്? നോക്കൂ, പറഞ്ഞു ഞാൻ നേരത്തെ വായിച്ച UDF സർക്കാരിന്റെ കാലത്ത് തന്നെ 10 മാസത്തിന് ശേഷം റദ്ദാക്കിയ സംഭവം സുപ്രീം കോടതി വരെ പോയി അനുകൂല നിലപാട് വാങ്ങി ഈ പറഞ്ഞ ഖനനം തുടങ്ങിയ CMRL അതൊക്കെ പോട്ടെ 2019 കേന്ദ്ര സർക്കാരിന്റെ കൃത്യമായ ഉത്തരവ് നടപ്പാക്കാത്ത പിണറായി സർക്കാരിനെ മൗനം പറയാണ്. ഉത്തരം പറയാം. 2004 ഈ പറയുന്ന പൊതുമേഖലയ്ക്ക് കരിമണൽ ഖനനം കൊടുക്കണമെന്നുള്ള ഒരു നിർദ്ദേശം കാറ്റിൽ പറത്തി സ്വകാര്യ കമ്പനിയായ KREML ഖനനം അനുവദിച്ചത് UDF സർക്കാരാണല്ലോ. അത് 10 മാസത്തിന് ശേഷം എന്തുകൊണ്ടാണ് സസ്പെൻഡ് ചെയ്തത്? എന്തുകൊണ്ടാണ് ആ ലീസ് അനുമതി പിൻവലിച്ചത്? എന്തുകൊണ്ടാണ്? പറയൂ. KPCC പ്രസിഡന്റ് VM സുധീരൻ രംഗത്തിറങ്ങി. കോൺഗ്രസിൽ പ്രതിപക്ഷ നേതാവിനെ പോലെ പെരുമാറുകയായിരുന്നു. നമ്മളന്ന് ചർച്ച ചെയ്തിട്ടുള്ള നിങ്ങൾ ആ ധാർമ്മികതയൊക്കെ നിങ്ങൾക്ക് ചില കാര്യത്തിൽ വരുന്നില്ല. 2019 മുതൽ 2023 നിങ്ങൾക്ക് എന്താണ് മൗനം? തോമസ് ഐസക്, ഈ പറയുന്ന VM സുധീരൻ ഇവരടക്കമുള്ളവർ സമരത്തിന്റെ മുൻപന്തിയിൽ ഉണ്ടായിരുന്നു. അതിനുശേഷം എന്താ സംഭവിച്ചത്? വീണ്ടും കരിമണൽ ഖനനം സ്വകാര്യ ലോബിക്ക് പോകുന്നു എന്ന ഘട്ടം വരുമ്പോൾ സുപ്രീം കോടതി വിധി വരുന്ന 2016 ഖനനാനുമതി കൊടുത്തുവോ കേരളം? ഏതെങ്കിലും തരത്തിൽ ഒരു മണ്ണ് കേരളത്തിന്റെ തീരപ്രദേശത്ത് നിന്ന് KREML എടുത്തുകൊണ്ട് പോയിട്ടുണ്ടോ? നോക്കൂ, 2019 മുതൽ 2023 വരെ ഖനനം നടക്കുന്നതുകൊണ്ടാണല്ലോ 2023 നടന്നിട്ടില്ല. ഞാനതല്ലേ വായിച്ചത്. ഗവൺമെന്റ് ഹാവ് എക്സാമിൻഡ് ദ മാറ്റർ ഇൻ ഡീറ്റെയിൽ. KREML is a non-government company incorporated under the Companies Act 1956. No mineral concession can be granted to them for mining beach sand mineral containing monazite content as sought by them in the light of the amendment made to the AFR rules of 2006. The government have decided to prematurely terminate mining lease granted to KREML by government order. ഫസ്റ്റ് പേപ്പർ നോക്കൂ, ഈ പോയിന്റ്സ് നോക്കൂ. 2000 അങ്ങ് ഇത് വായിച്ചു. നിങ്ങൾ വായിക്കില്ല. ആ സമയത്ത് ഇതിന് ചുമതല ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരുമായി ഞാൻ സംസാരിച്ചിട്ടാണ് ഞാൻ ആധികാരികമായി പറയുന്നത്. അതിനുശേഷം കൊടുത്തിരിക്കുന്നത് എന്താണെന്നറിയാമോ? ലീസ് എഗ്രിമെന്റാ. എന്താ ലീസിനുള്ള അനുമതി? പാട്ടത്തിന് വേണ്ടിയിട്ട് എത്ര സ്ഥലം എടുത്തെന്നറിയാമോ? 60 ഏക്കർ സ്ഥലം. എന്തായിരുന്നു കണ്ടൻഷൻ എന്നറിയാമോ? 15 ഏക്കറിൽ കൂടുതൽ കൈവശം വെച്ചു. അങ്ങനെ കൈവശം വെച്ചപ്പോൾ അത് തിരിച്ചു പിടിക്കാത്തത് എന്താണെന്നുള്ളതായിരുന്നു അന്നത്തെ ചോദ്യം. പാട്ടത്തിനുള്ള അനുമതിയാണ് കൊടുത്തത്. കേൾക്കൂ, ഒരു തരി മണല് ഈ പറയുന്ന പ്രദേശത്ത് നിന്ന് KREML ഖനനം ചെയ്ത് CMRL കൊടുത്തതായിട്ട് തെളിയിക്കാൻ പറ്റുമോ? കേരളത്തിന്റെ തീരപ്രദേശത്ത് നിന്നും ഒരു സ്വകാര്യ കമ്പനിയും ഇതുവരെ ഖനനം നടത്തിയിട്ടില്ല എന്നുള്ള പ്രാഥമിക പാഠം നമ്മൾ മറന്നുപോയി. ഇപ്പോൾ നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താൽ കിട്ടും. 2019 മുതൽ 2023 വരെ CMRL ഉണ്ടാക്കിയിരിക്കുന്ന ലാഭം അവരുടെ ടേൺ ഔട്ട് എത്രയാണ്? ഗൂഗിൾ ചെയ്തു. അത് മനസ്സിലാക്കും. അല്ല, അത് തെറ്റാണ്. ഈ ആടിനെ പട്ടിയാക്കാൻ അങ്ങ് നിഷേധിക്കുന്നത് KREML തീരപ്രദേശത്ത് മണൽ എടുത്തിട്ടുണ്ടോ ഇല്ലയോ? അല്ല, അങ്ങ് എന്നോട് ചോദ്യോത്തരം വായിക്കണ്ട. ജിയോ വായിക്കുന്നു. ജിയോയിൽ പറയുന്നത് 2019 കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവ് നടപ്പാക്കാത്ത ഈ സംസ്ഥാന സർക്കാർ 2023 ഈ ഓർഡർ ഇടുകയാണ്. പാട്ടഭൂമിക്കുള്ള അനുമതിയാണ്. പാട്ടഭൂമി ഇപ്പൊ എത്ര നേരം വായിച്ച പാട്ടഭൂമിയാണല്ലോ. വായിക്കൂ.
അത് ആ lease ലീസിനുള്ള ഭൂമിക്ക് അനുമതിയാണ് റദ്ദാക്കുന്നത്. മണൽ ഖനനം ചെയ്തോ KREML? സ്വകാര്യ ഭൂമി, സ്വകാര്യ കമ്പനി കരിമണൽ ഖനനം നടത്തിയോ കേരളത്തിൽ? 2023 റദ്ദാക്കാൻ പറ്റില്ല. 2023 നോക്കൂ. എന്താണ് ഇവിടെ ഭയങ്കര പ്രതിഷേധമായിരുന്നു അടക്കം. അന്ന് പ്രതിഷേധം എനിക്ക് ഓർമ്മയുണ്ട്. അതിനുശേഷമാണ് സംഭവിക്കാത്ത ഒരു കാര്യത്തെ സംഭവിച്ചു എന്ന് വരുത്തി. അതെ, സംഭവിക്കാത്ത കാര്യമായിട്ടാണ് ജിയോ 2023 ഖനനം ചെയ്തുവോ? തെളിവാണല്ലോ. ഖനനം ചെയ്തതിന് തെളിവ് ജിയോ പറയുന്ന കാര്യം നിങ്ങൾ വിളിച്ചു പറഞ്ഞു തന്ന കാര്യം UDF സർക്കാർ തുടങ്ങി. UDF സർക്കാരിന്റെ കാലത്ത് തന്നെ അത് റദ്ദാക്കിയ കാര്യമാണ്. പിന്നെ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വായ്പ കൊടുക്കുന്നത് UDF സർക്കാർ തുടങ്ങി. UDF സർക്കാർ 10 മാസത്തിന് ശേഷം അതേ പാർട്ടിയുടെ KPCC അധ്യക്ഷനടക്കം രംഗത്ത് വന്നപ്പോൾ പിൻവലിച്ചോടേണ്ടി വന്ന ഒരു കരാറിനെ കുറിച്ചാണ് സ്മൃതി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലൊരു പ്രശ്നവും സ്മൃതി കാണുന്നില്ല. 2004 UDF ഈ KREML-ന് ഈ പാട്ടത്തിലുള്ള ലൈസൻസ് കൊടുത്തത് UDF സർക്കാരാണ് എന്ന വസ്തുത മുന്നിലിരിക്കെ ആ ഉത്തരവ് പിൻവലിച്ചത് 2000 നോക്കൂ. ഉടനീളം KREML-നെതിരെ നിയമ നടപടികൾ സ്വീകരിച്ച പാർട്ടിയാണ് CPM. എല്ലാ ഘട്ടങ്ങളിലും ഹൈക്കോടതിയിൽ പോകുമ്പോഴും സുപ്രീം കോടതിയിൽ പോകുമ്പോഴും അതിനുശേഷം സുപ്രീം കോടതി ഉത്തരവ് വരുമ്പോഴും കേരളത്തിന്റെ തീരത്തുനിന്ന് ഒരു മണ്ണ് പോലും സ്വകാര്യ ലോബി ഖനനം ചെയ്യരുതെന്ന് നിലപാടെടുത്ത പാർട്ടിയാണ്. എന്നാൽ നോക്കൂ, മറുവശത്ത് സ്വകാര്യ കമ്പനിക്ക് ഖനനം ചെയ്യാൻ അനുമതി കൊടുത്ത പാർട്ടി എങ്ങനെ പ്രൂവ് ചെയ്യുന്ന ഞങ്ങൾ പറഞ്ഞോളാം. എങ്ങനെ പ്രൂവ് ചെയ്യുന്ന ചോദിക്കണ്ട, പ്രൂവ് ചെയ്യാൻ പറഞ്ഞാൽ ഇവിടുന്ന് പ്രൂവ് ചെയ്യാം. കേരളത്തിന്റെ തീരപ്രദേശത്തുനിന്ന് സ്വകാര്യ 2 കമ്പനി ആകെ മണലെടുത്തിട്ടുള്ളൂ. 2 കമ്പനി ഏത് കമ്പനിയാണ് കേരളം കണ്ടത്? ഇതാണ് ചോദ്യം. നിങ്ങൾ ഈ തെളിവ് ചോദിക്കാൻ പറഞ്ഞു. ഞാൻ ഈ 2023 പൊളിഞ്ഞു പോയതല്ല. ആ ജിയോയിൽ 1, 2, 3 എന്ന് പോയിന്റ് പറയുന്നത് അതിന് മുൻ വർഷങ്ങളിൽ ഉണ്ടായിരുന്ന ഉത്തരവുകളാണ്. എന്തുകൊണ്ടാണ് ഈ ജിയോ ഇറക്കേണ്ടി വരുന്നത്? എന്തുകൊണ്ടാണ് ഇറക്കേണ്ടി വരുന്നത്? Meet the editors.